എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. അപ്പോഴേ ഇന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പ്രതികരിച്ച ഒരു സംഭവം പറയാനാട്ടോ. ഇതിലെ കഥയും കഥാപാത്രങ്ങളും ഒന്നും സാങ്കല്പികമല്ല, എല്ലാം യഥാർത്ഥത്തിലുള്ളതാണ് കേട്ടോ. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരായിട്ടും ആരും മരിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരായിട്ട് നല്ല ബന്ധമുണ്ട്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേങ്കിൽ ഇന്നാണ് അതിൻ്റെ കറക്റ്റ് ദിവസം. സ്വാതന്ത്ര്യ ദിനത്തിലല്ലാതെ ഞാനിത് പറഞ്ഞിട്ട് എന്ത് കാര്യം. അപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രതികരണം, ഒരു പ്രധാന കാര്യം വിട്ടുപോയി, എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ ആദ്യത്തെ പ്രതികരണം. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം നമുക്കങ്ങ് മായ്ച്ച് കളഞ്ഞേക്കാം. പക്ഷേ ഇങ്ങനെയല്ല, ഇത് മായ്ക്കുമ്പോൾ ഒറ്റയടിക്ക് മാഞ്ഞു പോകണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരിക. കുഴപ്പമില്ല, നമുക്ക് 2-3 തവണയായിട്ട് അങ്ങ് മായ്ച്ച് കളഞ്ഞേക്കാം. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, നേരെ അങ്ങ് പോവാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിലെ കഥയും കഥാപാത്രങ്ങളും എല്ലാം കാര്യമാണ്, വെറും കഥയല്ല, കാര്യമാണ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ ആളുകളുടെ പേരോ അല്ലെങ്കിൽ ആളുടെ കുടുംബ പേരോ കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്തുന്നില്ല. അറിയാവുന്നവർക്കറിയാം, അതങ്ങനെ പോട്ടെ. അറിയാത്തവരെ നമ്മൾ എന്തിനാണ് ആളെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അവർക്കും ഇല്ലേ സ്വാതന്ത്ര്യം, അവരുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെന്ന് പറയുന്നത് ഞങ്ങളുടെ ചുറ്റുപാടുള്ള ഞാനുമായിട്ട് വളരെ ബന്ധപ്പെട്ട കുറച്ച് ആളുകളാണ്. ആദ്യത്തെ ആളെന്ന് പറയുന്നത് വളരെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ തന്നെയാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ തലമൂത്ത ഒരു കാരണവരാണ്. അപ്പം ആളെ പേര് ഞാനിവിടെ റിവീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആളുടെ കുടുംബ പേരോ അടയാളങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. ആളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുന്നു, ആളുടെ ഐഡൻറ്റിറ്റിയെ ഞാൻ മാനിക്കുന്നു, ആളെ ഞാൻ മാനിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പേരോ എൻ്റെ നാടിൻ്റെ പേരോ എൻ്റെ സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഇത് എവിടെ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഇത് ഇപ്പോഴത്തെ ഞാൻ, അതായത് കുറച്ച് വലിയ ഞാൻ. എന്നെ ഈ കഥയിൽ ഇപ്പോൾ ആവശ്യമില്ല. കാരണം ഈ കഥ നടക്കുമ്പം ഞാനൊരു ചെറിയ കുട്ടിയാണ്. പക്കാ ചെറിയ കുട്ടിയല്ല, എന്നാലും ഞാൻ ഇമ്മിണി വലിയ ഞാനാണ് ഇപ്പം ഈ വരച്ച് വെച്ചേക്കുന്നത്. നല്ല മുടിയൊക്കെ ഉള്ള, നല്ല ഉണ്ടക്കണ്ണൊക്കെ ഉള്ള ഞാൻ. പക്ഷേ ഈ ഞാൻ ഇപ്പം ഇവിടെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കാവശ്യം ഇത്തിരി എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ, അത്രയും ചെറുതാക്കിയാൽ മതി. അപ്പോൾ ഈ എന്നെയാണ് ഇവിടെ ആവശ്യം, ചെറിയ ഞാൻ. വലിയ എണ്ണ ഇവിടെ ആവശ്യമില്ല. നമ്മൾ കുറച്ച് ബാക്കിലോട്ട് പോവാണ്, ഇമ്മിണി ചെറിയ ഞാനിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ടൈം ട്രാവൽ ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ എണ്ണയാണ് ഇവിടെ ആവശ്യം, വലിയ എണ്ണ ഇവിടെ ഇപ്പോൾ ആവശ്യമില്ല. ഇയാളാണ് ഇതെല്ലാം അനുഭവിച്ച ഒരാൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ഒരു ഓടിട്ട കെട്ടിടത്തിലേക്ക് നമുക്ക് പോവാം. അവിടെയാണ് ഈ കഥയുടെ ആരംഭം. കഥയല്ല, ശരിക്കും സംഭവിച്ചതാണ്. പക്ഷേങ്കിൽ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ കഥ എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുക. അപ്പോൾ എൻ്റെ വര എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക, വളരെയധികം സങ്കടം തോന്നുന്ന രീതിയിലാണ്. കാരണം എൻ്റെ ചിത്രം വര അത്രയൊക്കെ കഴിവ് എനിക്ക് പറിച്ചാൻ തന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, ഇതാണ് ഞാൻ പറഞ്ഞ ആ കെട്ടിടം. ഓടിട്ട് ഡോറൊന്നുമില്ലാത്ത, ഡോർ വരച്ചത് ഞാൻ വായിച്ചതാട്ടോ. കട്ടിളപ്പടികൾ മാത്രമുള്ള ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ AMLP സ്കൂൾ. സ്കൂളിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേങ്കിൽ അത് എവിടെ സ്ഥിതി ചെയ്യുന്നു, എങ്ങനെ നടക്കുന്നു ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആ സ്കൂളിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പം അവിടെ ഞാൻ LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത് ഞാനാണെന്നുള്ളത്. ഓക്കെ, 4B ഞാൻ. അതാണ് എൻ്റെ ക്ലാസ്.
ഇപ്പം ഞാൻ തൊട്ട് കാണിച്ചില്ലേ, അതാണ് എൻ്റെ ക്ലാസ് കേട്ടോ, അറ്റത്ത് കിടക്കണേ. രണ്ടാമത്തെ ഇത് ഞങ്ങളുടെ LP സ്കൂളിൽ നിന്ന് നേരെ അങ്ങാടിയിൽ തൊട്ടടുത്താട്ടോ ഞങ്ങളുടെ സ്കൂള്. നേരെ അങ്ങാടിയിലേക്കുള്ള, നമ്മൾ ഇറങ്ങണമെങ്കിൽ നേരെ അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. അത് റോഡ്, ആ 2 വര വന്നത് റോഡാണ്. എൻ്റെ ചിത്രത്തിലെ ഓരോ കാര്യങ്ങളും ഞാൻ തന്നെ പ്രത്യേകമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്, കാരണം അത്രയധികം കൺഫ്യൂഷൻസ് അതിൽ വരാമല്ലോ. അപ്പം നമുക്ക് എങ്ങനെയാണ്, നേരെ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങാടിയിലേക്കാണ്. അപ്പം അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അന്ന് നമ്മുടെ ഈ സ്മാർട്ട് ഫോണൊന്നും അത്ര പ്രചാരത്തിലില്ല, ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ ടച്ച് പാഡും കാര്യങ്ങളൊന്നുമല്ല, പകരം എന്താണ്, നമ്മുടെ സ്വിച്ച് ഫോണാണ്. അപ്പം അങ്ങാടി കുറേ പീഡിയ, മലയാളമൊക്കെ വല്ലാണ്ട് തെറ്റിപ്പോണ്, കുറേ അതിൽ എഴുതിയിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് കേട്ടോ. കുറേ പീഡിയ ഉണ്ട്. അപ്പോൾ ആ പീഡിയ വരാന്തയിലും ചുറ്റിലൊക്കെ കുറേ ആളുകളുണ്ടാവും, കാരണം വേറെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആളുകൾ ചായ കുടിക്കാനും വർത്താനം പറയാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ആ അങ്ങാടി. അപ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും. പിന്നെ വരുന്നത് ഒരു ഓട്ടോ സ്റ്റാൻഡാണ്. ആ ഓട്ടോയിലും ഒരുപാട് ആളുകളുണ്ടാവും, അതായത് അതിൻ്റെ ഡ്രൈവർമാരും അവരോട് കമ്പനി അടിച്ചിരിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനും ഇത് എൻ്റെ ഫ്രണ്ട്, ഓളത്ര ഹൈറ്റില്ല കേട്ടോ, എൻ്റെ അത്രയും ഞാൻ കളിയാക്കി പറഞ്ഞതല്ല. അപ്പോൾ ഞാൻ ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓളെ പേരും ഞാനിവിടെ പറയുന്നില്ല, തങ്കം. അത് ഞാൻ, വലിയത് ഞാൻ, ചെറുത് തങ്കം. അപ്പം ഞങ്ങൾ 2 പേരും അതുവഴിയാണ് സ്കൂൾ വിട്ട് പോകുന്നത്, ഇത്രയും ആളുകളുടെയും ഇത്രയും ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ. അപ്പം എൻ്റെ എതിരെ വരുന്ന ആളാണ് നമ്മുടെ കഥയിലെ മറ്റൊരു കഥാപാത്രം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾക്ക് നല്ല മീശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുടുംബത്തിലെ ഞാൻ പറഞ്ഞ കാരണവർ, മുടി ഉണ്ടായിരുന്നു, മീശ ഉണ്ടായിരുന്നു, നല്ല ഹൈറ്റുള്ള എൻ്റെ കുടുംബത്തിലെ എൻ്റെ കാരണവർ. അപ്പം ഇവൾക്ക് ഓൾറെഡി എൻ്റെ കുടുംബത്തിലെ ഏകദേശം ആളുകളൊക്കെ അറിയാം, കാരണം ഈ LP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ആ ചുറ്റുപാടുള്ള കുട്ടികളൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഞാനിങ്ങനെ വരുന്ന സമയത്ത് അവൾക്ക് ഓൾറെഡി അറിയാം ഇതാരാണെന്നുള്ളത്. ഞാൻ അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹം എന്നെയും കണ്ടു. അവിടെ ആ കഥ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് ബാക്കിലേക്ക് പോകും. അപ്പോൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ, അത് ഊതിപ്പെരുപ്പിച്ച് വലുതാക്കുകയോ ചെറുതായോ അവരുടേതായിട്ടുള്ള കാരണങ്ങൾ. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വെറും കഥകളായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഇദ്ദേഹവും എൻ്റെ ഫാമിലിയും തമ്മിൽ, അതായത് എൻ്റെ ഉമ്മയും ഉപ്പയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, ഇപ്പോഴറിയാം. ഇനിയിപ്പോൾ അറിഞ്ഞിട്ടും അതിവിടെ കുത്തിഘോഷിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ലല്ലോ. എന്തായാലും എല്ലാം സോൾവായി. പക്ഷേങ്കിൽ അന്നത്തെ സമയത്ത് ഈ ഒരു പ്രശ്നം എന്തോ അവർക്ക് ഇടയിലുള്ള ഭീകരമായ പക്ഷെ ചെറിയ എന്തോ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ മിണ്ടാറില്ല. സ്വാഭാവികമായിട്ടും എന്തോ എന്നോട് എൻ്റെ പേരൻസ് അവരോട് മിണ്ടരുതെന്നോ അങ്ങോട്ട് പോകരുതെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഞാനും ആ ഒരു അടുപ്പവും മിണ്ടലൊക്കെ നിർത്തി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാനതിൽ വല്ലാതെ ഖേദിക്കുന്നു. കാരണം നമ്മുടെ പാരൻസായിട്ട് ആരെങ്കിലും ഇങ്ങനെ ഈ പ്രത്യേകിച്ച് ഫാമിലീസിലുള്ള ആളുകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഇൻവോൾവ് അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യരുത്, അകന്ന് നിൽക്കരുത്, അത്ര തന്നെ. പക്ഷേ അങ്ങനെ അകന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കുണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കസിൻസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. എന്തായാലും കുഴപ്പമില്ല, അവർക്ക് നമ്മളെയും നമുക്കവരെയും മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്നുള്ളതെന്ന് വിചാരിച്ച് നമുക്ക് പോകാം. അപ്പോൾ ഇവർക്കിടയിൽ ഭീകരമായ ചെറിയ എന്തോ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. സ്കൂള്, ഓട്ടോ സ്റ്റാൻഡ്, അങ്ങാടി, അങ്ങോട്ട് വരാം. അപ്പോൾ ആൾ എൻ്റെ എതിരെ ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടപാടെ ആൾ കാർക്കിച്ച് നിലത്തേക്ക് അങ്ങോട്ട് തുപ്പിക്കളഞ്ഞു. ഞാൻ എന്നെ കണ്ടതുകൊണ്ടാണോ അല്ലെങ്കിൽ ആൾക്ക് ശരിക്കും അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നുകൊണ്ടാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ തങ്ക എന്നോട് ചോദിച്ച്, എടാ ഇതൊന്നും എൻ്റെ കുടുംബമല്ലേ? അവൾക്ക് എൻ്റെ റിലേറ്റീവ് ആണെന്നറിയാം, പക്ഷെ ആരാണ് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. എടി ഇതൊന്നും എൻ്റെ കുടുംബമല്ലേ എന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ് അതെ, പക്ഷേ ഞാൻ ശരിക്കും നമ്മളൊരു വെളറി വെളുത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ ആളുകളുടെ ഇടയിൽ. പ്രത്യേകിച്ച് നമ്മുടെ ആളുകളൊന്നും നമുക്കന്ന് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇടയിൽ, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഇടയിൽ, നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഇടയിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ
നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം എന്നറിയാതെ നിന്ന് പോകുന്നൊരു സിറ്റുവേഷനാണ്. എനിവേ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞ് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കട്ടോ സൈഡിൽ. പിന്നെയുള്ളത് അടുത്ത ദിവസം ഞാനത് അങ്ങനെ തന്നെ വിട്ടു കേട്ടോ. ഞാനും തങ്കവും സ്കൂൾ വിട്ട് വരുന്നു. ആൾ വൈകിട്ട് ചായ കുടിക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കടയിലേക്ക് വരുന്നതാവാം. ദ സെയിം തിങ് റിപ്പീറ്റഡ്. ശരിക്കും ആളെന്നെ കണ്ടപ്പോൾ അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ അത് റിപ്പീറ്റഡ് ആയപ്പം അവൾക്കും മനസ്സിലായി, എനിക്കും മനസ്സിലായി. അന്ന് ഞാൻ പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടാവാം അങ്ങനെ പറഞ്ഞു. അപ്പം ഈ ഹൈറ്റ് പറഞ്ഞത് തങ്കാണ്. അപ്പോൾ തങ്ക എന്നോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ, എന്താ പ്രശ്നം എന്താ എന്ന് ചോദിച്ചു. പക്ഷേങ്കിൽ എനിക്ക് അവളോട് പറയാൻ പറ്റുമോ? കാരണം നമ്മൾ 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതിൻ്റേതായിട്ടുള്ള നമുക്കെന്താണ് എപ്പോഴും നമുക്ക് എന്താ പറയുക, ഈ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ചിന്താഗതി തന്നെ വേറെയല്ലേ. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഞാൻ പോകുന്നത് മില്ലിലേക്കാണ് കേട്ടോ. എൻ്റെ വീട്ടിലെ വലിയ കുട്ടി ഞാനായതുകൊണ്ട് തന്നെ ചില സമയം തിരക്കാകുമ്പോൾ ചെറിയ ചെറിയ പൊടിക്കലും ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ഞാനാട്ടോ പോവുക. വലിയ വെയിറ്റൊന്നും ഇല്ലാത്ത സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകും. കാരണം ഈ മുളക്, കുറച്ചരി, ഇപ്പോൾ നമുക്ക് ഒരു ഇച്ചിരി നെയ്യപ്പം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പുട്ടുണ്ടാക്കാനൊക്കെ പെട്ടെന്നൊരു പൂതി വന്നാൽ ഒരു 2-3 മാക്സിമം ഒരു 5 കിലോ അരി, 5 കിലോ ഒന്നും തരൂല, കാരണം അത്രയൊന്നും നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഫ്ലോർ മില്ലിലേക്ക് പോകും. പിന്നെ റേഷൻ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഉള്ള സമയത്ത് വാങ്ങാൻ, അരിയൊക്കെ ഉപ്പ് തന്നെയാണ് കേട്ടോ വാങ്ങാം. നമുക്ക് ഈ മണ്ണെണ്ണ, അതുപോലെ നമുക്ക് മാത്രം കൊണ്ടു നടക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ ഞാൻ പോകാറുണ്ടേനെ. റേഷൻ കടയിൽ പോയപ്പോഴും ഫ്ലോർ മില്ലിൽ പോയപ്പോഴും ഞാൻ ആളെ കണ്ടു. ദ സെയിം തിങ് എഗെയിൻ റിപ്പീറ്റഡ്. വീണ്ടും ആൾ അത് തന്നെ ചെയ്തു. എന്താണോ ആൾ ചെയ്തിരുന്നത്, എന്നെ കാണുന്ന സമയത്ത് കാർക്കിച്ച് തുപ്പാൻ തുടങ്ങി. അവിടെ മുതൽ പിന്നെ ആളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങി. ആളെ കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാൻ തുടങ്ങി. സ്റ്റിൽ ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പെയിന് എവിടെയോ ഉണ്ട് കേട്ടോ. സീരിയസ്ലി എന്തിനാണെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇത് പല തവണ ആവർത്തിക്കപ്പെട്ടു. ഞാൻ ശരിക്കും ആളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് റോട്ടിലൂടെ വരുന്ന നിർത്തി, വേറൊരു വീടിൻ്റെ മുറ്റത്തൂടെ വരുന്ന അവർക്കത് ഇഷ്ടമല്ല, എന്നാൽ കൂടി ഞാൻ അതുവഴി വരാൻ തുടങ്ങി. പക്ഷേങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ കണ്ടുമുട്ടും. കാരണം ചിലപ്പോൾ കടയിൽ പോവും, 1-2 ചെറിയ സാധനങ്ങൾ വാങ്ങാനൊക്കെ ഞാൻ തന്നെയാണ് കടയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് തക്കാളി പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ മുട്ട, അല്ലെങ്കിൽ ബ്രെഡ്, ഇങ്ങനത്തെ ചെറിയ സാധനങ്ങൾ വാങ്ങാനും, പിന്നെ അതുപോലെ ഈ ഫ്ലോർ മില്ലിലും റേഷൻ കടയിലൊക്കെ പോകാനൊക്കെ അവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ടും ഒരു സൈഡിലൂടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ പോവും. അപ്പോൾ നമ്മൾ ആദ്യം നിന്നിരുന്നത് മുത്തമ്മാൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് കുട്ടിയായിരുന്നുകൊണ്ട് തന്നെ കാരണങ്ങളൊന്നും അറിയില്ല. അപ്പോൾ മുത്തമ്മാൻ്റെ വീട്ടിൽ നമുക്ക് വാടകയും കാര്യങ്ങളൊന്നുമില്ല. അവർ നമ്മളോട് നിന്നോളാൻ പറഞ്ഞതാണ്. നമ്മുടെ എന്താ പറയുക, വീട് പണിയൊക്കെ ഒന്ന് കഴിയുന്നവരെ സുഖമായിട്ട് നിന്നോളാൻ. അപ്പം സുഖം, സന്തോഷം, ഇത്രയും സന്തോഷത്തോടെ നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറി. എനിക്ക് ഈ ടെറസിൻ്റെ വീട് വരയ്ക്കാൻ അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതുവരെ വരച്ചതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തില്ലേ. അപ്പോൾ തൽക്കാലം നമുക്ക് നമ്മുടെ വീടൊന്ന് ഓടിട്ടതാക്കാം, കാരണം അത് വരയ്ക്കാൻ എനിക്കറിയുള്ളൂ. അപ്പം ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് മാറി. വീട് പണിയൊന്നും മുഴുവൻ കഴിഞ്ഞിട്ടില്ല, എന്നാലും നമ്മുടെ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക്. മുത്തമ്മയുടെ വീട്ടിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, അവരും അവിടെ ഉണ്ടായിരുന്നില്ല. നമുക്ക് നമ്മുടെ വീട് പോലെ നിൽക്കായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ശരിക്കും ഭയങ്കരമായൊരു ഇൻസെക്യൂരിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ആളെ എവിടെ കാണുമ്പോഴും എൻ്റെ കയ്യും കാലൊക്കെ, എൻ്റെ ഉള്ളിൽ നിന്നൊരു ആളലാണ്. നമ്മളെവിടെയോ വീഴാനൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ നിന്നൊരു സാധനം ഇങ്ങോട്ട് പറന്നു വരുന്നേ. അപ്പം ഇതെൻ്റെ ഉമ്മ, മറ്റേതെൻ്റെ ഉപ്പ. അങ്ങനെ ഞാൻ എന്താക്കി, എൻ്റെ ഉമ്മാനോട് ഈ സംഭവം പറഞ്ഞു. എൻ്റെ ഉമ്മ എന്ത് ചെയ്തു, എൻ്റെ ഉപ്പാനോട് പറഞ്ഞു, എൻ്റെ പേരൻസ് എന്നോട് പറഞ്ഞു, അത് സാരമില്ല,
അത് ചെയ്യാൻ പാടില്ല എന്ന് ചിലപ്പം അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും അത് സാരമില്ല, അത് പോട്ടെ, അത് മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ആ പ്രായത്തിലുള്ള എന്നെ സമാധാനിപ്പിക്കാൻ അന്നതൊന്നും പോരായിരുന്നു. എന്നോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, അതൊന്നും മൈൻഡ് ചെയ്യരുത്. റോഡിലൂടെ എത്ര ആളുകൾ പോകണേ, എത്ര ആളുകൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ചെയ്യണം, നമ്മളെല്ലാ കാര്യവും മൈൻഡ് ചെയ്തിട്ടാണോ പോകണത്, അതൊന്നും സാരമില്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് പോവുക, ഒന്നും പറയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് മാറി, കുറച്ചുകൂടെ വലിയ കുട്ടിയായി. പക്ഷേ അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിലേക്ക് വന്ന് UHM UP സ്കൂളിലേക്കാണ്, മലയാളം മീഡിയം 5Bയിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് എൻ്റെ ലൈഫിലെ മറ്റൊരു നിർണായകമായ തീരുമാനം ഞാൻ എടുത്തത്. ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളോട് ചോദിച്ചു, മലയാളത്തിൻ്റെ ടീച്ചറായിട്ടോ ചോദിക്കണേ, ആർക്കൊക്കെ സംസ്കൃതം പഠിക്കാൻ താല്പര്യമുണ്ടെന്ന്. എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം, ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ലാത്തൊരു ഭാഷ പഠിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇതായിട്ട് എൻ്റെ സ്കൂൾ UHM UP സ്കൂൾ. ഇപ്പം ഇങ്ങനെ നല്ല വൺ സെറ്റപ്പിലാണ്. എനിവേ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, അതൊന്നും ആവശ്യമില്ല, എന്തിനാണ് മലയാളം പഠിച്ചാൽ പോരേന്ന്. അങ്ങനെ ഞാൻ ഉപ്പാനോട് ചോദിച്ചപ്പോൾ ഉപ്പ പറഞ്ഞു, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചോന്ന്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, എന്തിനാണ് അങ്ങനെ ഒരു ഭാഷ പഠിക്കാൻ പോണത്, എൻ്റെ ആവശ്യം എന്താണ്, അങ്ങനെയൊക്കെ. പക്ഷേ ഞങ്ങൾ എൻ്റെ പറഞ്ഞത് ഒരു ഭാഷയല്ലേ, പഠിക്കുന്നതിന് എന്ത് കുഴപ്പമെന്ന്. എനിവേ എൻ്റെ ജീവിതത്തിലൊരു നിർണായക തീരുമാനമായിട്ട് ഇന്നും ഞാൻ അംഗീകരിക്കുന്നൊരു കാര്യമാണ് സംസ്കൃതം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്, അതും എൻ്റെ പാരൻസ് സമ്മതിച്ചുകൊണ്ട് മാത്രം. എനിവേ 5ാം ക്ലാസ് പഠിക്കുമ്പോഴും ദ സെയിം തിങ് റിപ്പീറ്റിംഗ് അറ്റ് ദ സെയിം ടൈം, ഇതേ സംഭവം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഇൻസെക്യൂരിറ്റി, അതുപോലെ ആളെ കാണുന്ന സമയത്ത് എൻ്റെ ഉള്ളിലൊരു പിടച്ചിലോ ഒരു കാളലോ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ചെറിയ കുട്ടിയാണ്, നമ്മളെപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സ്കൂൾ വിട്ട് പോവുക വരികയൊക്കെ ചെയ്യാം. പക്ഷേങ്കിൽ ഒന്നും ചെയ്യാനില്ല, ഇത് റിപ്പീറ്റ് ചെയ്യല്ലോ എന്ന് ഓർക്കുമ്പം നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് നിർത്തി. അപ്പോൾ അവർ വിചാരിച്ചു ചിലപ്പോൾ ആൾ നിർത്തി കാണുമെന്ന്. കാരണം നമ്മൾ അവരെയും കൂടെ വിഷമിപ്പിച്ചിട്ടൊരു കാര്യമില്ലല്ലോ. ഞാനിത് പറയുന്ന സമയത്തൊക്കെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഭയങ്കര വിഷമമാണ്. എന്ത് ചെയ്യാനാണ്, സംസാരിച്ചാൽ ആൾക്ക് ഭയങ്കര ദേഷ്യമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഞാൻ 5ാം ക്ലാസ്സിൽ നിന്ന് 6ലേക്ക് ജയിച്ചു. അപ്പോൾ ഇത് 4ാം ക്ലാസ് മുതൽ തുടങ്ങിയ സംഭവമാണ്. ഞാൻ 6ാം ക്ലാസ്സിലേക്ക് എത്തി, സെയിം തിങ് റിപ്പീറ്റഡ്. വീണ്ടും അതേ കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്തു. അതായത് എല്ലാ ദിവസവും ഇങ്ങനെ സംഭവിക്കുന്നു. നമ്മളെവിടെയൊക്കെ വെച്ച് കാണുന്നോ അവിടെയൊക്കെ വെച്ച് ഇങ്ങനെ സംഭവിക്കുന്നു. ആളും ഒറ്റയ്ക്കായിരിക്കും, ചിലപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും, ചിലപ്പോൾ ഞാൻ ആളുകളുടെ മുന്നിലായിരിക്കും. അതുമല്ലെങ്കിൽ ആര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലോ ആൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ എൻ്റെ റിലേറ്റീവ്സിനോ ആർക്കും ഇത് അറിയൊന്നുമില്ല, എൻ്റെ പാരൻസിന് മാത്രം അറിയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ലോസ് മൈ കോൺഫിഡൻസ് സീരിയസ്ലി. എനിക്ക് ശരിക്കും പുറത്തിറങ്ങാനുള്ളൊരു ധൈര്യം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞ ആളുകളുടെ മുന്നേ വെച്ച് ഇങ്ങനെ സംഭവിക്കുമല്ലോ. ചില ആളുകൾക്കൊക്കെ ഇതൊരു തമാശയാണ്, ചിലർ കണ്ടവർക്കൊരു ചിരിയാണ്. എൻ്റെ ഫ്രണ്ട്സ് ചിലർക്ക് ഫസ്റ്റ് കാണുമ്പോൾ ആർക്കും ഒരു ഷോക്കാണ്, പിന്നെ കാണുമ്പോൾ അവർക്കതൊരു തമാശയാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന്. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇപ്പോഴും എനിക്ക് അത് പറയുന്ന സമയത്ത് ഉള്ളിലെവിടെയോ ഒരു വിങ്ങലാണ് കേട്ടോ. ശരിക്കും എൻ്റെ ഇമോഷൻസിനെ ബാധിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. എനിവേ ഇത് UP സ്കൂളിൻ്റെ അവിടെ നിന്ന് മേലേക്കുള്ള റോഡിലേക്ക് കയറിയാൽ എൻ്റെ ഉമ്മാൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകും. അപ്പോൾ ഒരു ദിവസം ഞാൻ മാത്രമാണോ അതോ ഒറ്റയ്ക്കാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ ഞങ്ങൾ പോവാണ്. അപ്പോൾ അവിടെ കുറച്ച് മേലേക്ക് എത്തിയപ്പോൾ ഒരു അയൽവാസിയുടെ വീടുണ്ട്. ആ അയൽവാസിയുടെ വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. എൻ്റെ ചങ്ക് ഭയങ്കരമായിട്ട് പടയ്ക്കാൻ തുടങ്ങി, എൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടി.
എനിക്ക് ആ ഒരു സമയമായപ്പോഴേക്കും 3 വർഷമായിട്ട് റിപ്പീറ്റഡ്ലി ഐ സഫർ ദിസ്. 3 വർഷമായിട്ട് ഞാൻ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനവിടെ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കുടുംബത്തിലെ കാരണവരുണ്ട്. ഞാൻ ഈ ഇദ്ദേഹം ആരാന്ന് പോലും പറയുന്നില്ല കേട്ടോ. പിന്നെ ഉള്ളത് എൻ്റെ ഉമ്മയുടെ ഒരു എളാമ്മ ഉണ്ട്, അതായത് എൻ്റെ ഉമ്മയുടെ അനിയത്തി. ഞങ്ങൾക്ക് ശരിക്കും ഒരു ഉമ്മമ്മ, എപ്പോഴും ഞാൻ ചിരിച്ച് മാത്രം കണ്ടിട്ടുള്ള ഞങ്ങളുമ്മമ്മ. ആളെയും പേര് ഞാൻ പറയുന്നില്ല. പിന്നെ ആ അയൽവാസിയുടെ മുറ്റത്തായതുകൊണ്ട് അദ്ദേഹമുണ്ട്. അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഒരു ഈവനിങ് ടോക്ക്, സാധാരണ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തൊക്കെ കാണുന്ന, നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ വീടിൻ്റെ മുന്നിലൂടെയുള്ള റോഡിലൂടെ വേണം എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാൻ. ശരിക്കും എനിക്ക് ആ ഒരു സമയത്ത് ഭയങ്കരമായ ദേഷ്യവും സങ്കടവും പേടിയും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോഴും അങ്ങനെ ചെയ്യുമോ, ഇവരുടെ മുന്നിൽ നിന്നും അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു പേടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ പ്രതികരണം. ശരിക്കും ചങ്കിടിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഞാൻ അവിടെ അദ്ദേഹത്തിന് നേരെ അദ്ദേഹത്തിനോട് എങ്ങനെയാണോ ചെയ്യാറ് അതുപോലെ അങ്ങോട്ട് കാർക്കിച്ച് തുപ്പി. ഐ സ്പിറ്റ്. അവിടെ ശരിക്കും ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഇവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം എനിക്ക് ശരിക്കും ഓർമ്മയില്ല, അതുകൊണ്ടാണ് ആളെ ഞാൻ ആഡ് ചെയ്യാത്തത്. എനിവേ ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു മങ്ങിയ ഓർമ്മ എനിക്കറിയില്ല. എനിവേ ദ സെയിം തിങ് ഞാൻ ചെയ്തു. ഇവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരുന്ന് അതൊരു വലിയ ചർച്ചയിലേക്ക് നീങ്ങിട്ടോ. അതായത് ഞാൻ ചെയ്തത് കണ്ടില്ലേന്ന് ആൾ അവരോട് പറഞ്ഞു. അവരൊക്കെ ശരിക്കും അന്തം വിട്ടു. ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും അവർ വിചാരിക്കുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഉമ്മയുടെ വീട്ടിലൊക്കെ പോയി വളരെ ഹാപ്പിയാവാൻ കാരണം ഇയാളത് തിരിച്ച് ചെയ്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിതെൻ്റെ പാരൻസിനോട് പറയണം. എൻ്റെ ഉമ്മയും ഉപ്പയും അവിടെ ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇന്ന് ഞാനും ആളുടെ നേരെ കാർക്കശ് അങ്ങോട്ട് തുപ്പിക്കൊടുത്തു എന്ന് പറഞ്ഞു. അവർ ഭയങ്കര ഷോക്കായി. നീ എന്തേ ചെയ്തതെന്നുള്ള നിലക്ക് അവർ ശരിക്കും ഷോക്കായി. കാരണം ഈ ഫാമിലിയിലോ അല്ലെങ്കിൽ നെയ്ബേഴ്സിനൊന്നും ഇങ്ങനൊരു സംഭവം 3 വർഷമായിട്ട് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അറിയില്ല. എൻ്റെ വീട്ടിൽ അറിയാമെന്നല്ലാതെ ആർക്കും അറിയില്ല. അങ്ങനെ പക്ഷേ എന്നെ തല്ലിയൊന്നുമില്ല. സാധാരണ നല്ലൊരു അടിക്കുള്ളൊരു ചാൻസ് ഉണ്ട്, പക്ഷേ അവരെന്നെ തല്ലിയൊന്നുമില്ല. എന്നോട് പറഞ്ഞു വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷേ അത് ഭയങ്കരമായൊരു ചർച്ചയിലേക്ക് നയിച്ചു കേട്ടോ. എനിവേ റിസൾട്ട് ഓഫ് ദിസ്, അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് എന്താ നോക്കാം. റിസൾട്ട് ഓഫ് ദ ആദ്യ പ്രതികരണം, എൻ്റെ ആദ്യത്തെ പ്രതികരണം, എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ പ്രതികരണത്തിന് പ്രധാനമായിട്ട് 2 റിസൾട്ടാണ് ഉള്ളത്. ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ ഹി സ്റ്റോപ്ഡ് സ്പിറ്റിംഗ് ഓൺ മീ. ആൾ എൻ്റെ നേരെ കാറിത്തുപ്പുന്ന ആ ഒരു പരിപാടി അവിടെ നിർത്തി. സ്റ്റോപ്ഡിന് 2 P ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തേക്കണേ. അപ്പോൾ ആ ഒരു സംഭവം അന്ന് അവിടെ നിന്ന്. നെക്സ്റ്റ് വൺ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. ഐ ബിക്കം ദ ഒഫീഷ്യൽ, അവിടെ ഒരു വിട്ട് പോയിട്ടുണ്ട്. ഐ ബിക്കം ദ ഒഫീഷ്യൽ അഹങ്കാരി ഓഫ് മൈ ഫാമിലി. കാരണം അറിയാലോ. എനിവേ ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയാണ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ എത്രയേ ഉള്ളൂ. ഇന്ന് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനിത് എന്ന് പറയാനാണ്. ഇന്നെങ്കിലും ഞാനിത് പറയണ്ടേ. അപ്പോൾ അന്നറിയാത്ത ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഇന്നിത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അതുപോലെ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സന്തോഷമായിരിക്കുക, സ്വതന്ത്രമായിട്ടിരിക്കുക, ഒരു ഇൻസെക്യൂരിറ്റിയും ഉള്ളിൽ വെച്ച് വളർത്താതിരിക്കുക. അതിൻ്റെ ആവശ്യമില്ല. നമ്മളത് സഹിക്കേണ്ടയും ക്ഷമിക്കേണ്ട ആവശ്യമില്ല.